ഹലോ എൻ്റെ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്തിരിക്കൊത്ത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. മുന്തിരിക്കൊത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം. ചെറുപയർ, തേങ്ങ തിരുമ്മിയെടുത്തത്, ശർക്കരപ്പാനി, ഏലക്ക, ചുക്ക്, ഇത്രയും സാധനങ്ങൾ വേണം. പിന്നെ ഇത് വറുത്തെടുക്കുന്നതിന് അരിപ്പൊടി ആവശ്യമുണ്ട്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഈ പലഹാരം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പലഹാരമാണ്. ഇത് നമ്മൾ പയറും ഇതെല്ലാം വറുത്ത് ഉണ്ടാക്കുന്നത് കൊണ്ടിട്ട് ഒരു 2-3 ആഴ്ച വരെ ഇത് സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കും. കേടുകൂടാതെ ഇരുന്നോളും. പിന്നെന്താ, ഈ പലഹാരം കൊച്ചുകുട്ടികൾക്ക് ഭയങ്കര ആയിരിക്കും. കഴിക്കാനും നല്ലതാണ്. ചിലതൊക്കെ ഇങ്ങനെ മുന്തിരിക്കൊത്ത് ഭയങ്കര കട്ടിയായിട്ടിരിക്കും. അപ്പോൾ ചിലർക്കൊന്നും അത് ഇഷ്ടാവില്ല. കടിച്ച് പൊട്ടിക്കാനൊക്കെ ബുദ്ധിമുട്ടാന്നൊക്കെ പറയും. പക്ഷേ ഈ ഞാൻ ഉണ്ടാക്കുന്ന പോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. നന്നായിട്ട് കഴിക്കാം. എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് മുന്തിരിക്കൊത്ത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാൻ പോകാം. അതിനു മുന്നേ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ വീഡിയോകൾ കണ്ടിട്ട് എല്ലാവരും കുറേ കൂട്ടുകാർ എനിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഷെയർ ചെയ്യുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും വളരെയധികം നന്ദിയും പ്രാർത്ഥനയും എന്നിൽ നിന്നുണ്ട്. ഇതുപോലെ ഇനിയും തുടർന്ന് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം എനിക്കും എൻ്റെ കുടുംബത്തിനും ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് മുന്തിരിക്കൊത്ത് ഉണ്ടാക്കാൻ പോകാം. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ പോരുന്നുണ്ടോ? എല്ലാവരും പോന്നോളൂ. ഹലോ കൂട്ടുകാരെ, മുന്തിരിക്കൊത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ചെറുപയറാണേ. ഇതൊരു 1/4 കിലോ ചെറുപയർ, ഇത് 1/4 കിലോ ശർക്കര, ഇത് ഒരു വലിയ തേങ്ങയുടെ പകുതി തേങ്ങ തിരുമ്മിയെടുത്തതാണേ. ഇനി നമുക്ക് ചെറുപയർ വറുത്തെടുക്കണം. അതൊന്ന് ഈ ചെറുപയർ ഒന്ന് ചുവന്ന് വരുന്നത്, മൂത്ത് വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. അത് ഞാൻ വറുത്തെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ശർക്കര ഉരുക്കിയെടുക്കണം. ഇത് രണ്ട് ചെയ്തിട്ട് ഞാൻ വരാവേ. പയർ ഇങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കളറിലാണ് വറുത്തെടുക്കേണ്ടത്. ഇനി നമുക്ക് തേങ്ങയും ഇതുപോലെ വറുത്തെടുക്കണം. ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ തേങ്ങയും വറുത്തെടുക്കണം. ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം തേങ്ങയും. അതും നമുക്ക് വറുത്തെടുത്തിട്ട് വരാം. ഹലോ കൂട്ടുകാരെ, മുന്തിരിക്കൊത്തിൻ്റെ തേങ്ങ ഞാൻ വറുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കായും ചുക്കും ചേർത്ത് വേണം ഇത് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. വറുത്തെടുത്ത ഈ തേങ്ങയിൽ ഏലക്കായും ചുക്കും ചേർക്കണം. ഇത്ര ഏലക്ക ഇടുന്നുണ്ട്, ഇത്രയും ചുക്കും ഇട്ട് ഇതൊന്ന് ചെറിയ തരിയായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് വറുത്തെടുത്ത പയറില്ലേ, നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന പയർ മിക്സിയിലിട്ട് തരിയായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഈ പയർ നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്ത് വേണം ഇതുണ്ടാക്കാൻ. ഞാനിത് നന്നായിട്ട് കഴുകി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്ന പയറാണ്. ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുന്തിരിക്കൊത്തൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടിട്ട് ഞാൻ കുറച്ച് കൂടുതൽ പയറിങ്ങനെ വാങ്ങി നല്ല വെയിലുള്ള സമയത്ത് കഴുകി ഉണക്കി വെച്ചേക്കും. അതിൽ നിന്ന് എടുത്ത് വേണം. അതിൽ ഇല്ലെങ്കിൽ ഈ മണ്ണ്, കല്ല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണും. അപ്പോൾ നമ്മളത് ഉണ്ടാക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതൊക്കെ നല്ലവണ്ണം കഴുകി ഉണക്കി വേണം ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മൾ വറുത്തെടുത്ത പയർ നമുക്കൊന്ന് മിക്സിയിൽ ചെറിയ തരികളായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. പയർ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതായത് ചെറിയ തരിതരിപ്പോട് കൂടി വേണം പയർ പൊടിച്ചെടുക്കേണ്ടത്. ഇനി ഇതെങ്ങനെയാണ് കുഴച്ചെടുക്കേണ്ടതെന്ന്, അതായത് മുന്തിരിക്കൊത്തിന്
ഈ തേങ്ങ വറുത്ത് പൊടിച്ച തേങ്ങയും ശർക്കര പാനിയും ഒഴിച്ച് പയറിലൊഴിച്ചിട്ട് വേണം ഇത് കുഴച്ചെടുക്കേണ്ടത്. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. മുന്തിരിക്കൊത്ത് ഉണ്ടാക്കാൻ വേണ്ടുന്ന ശർക്കര നമുക്ക് ഉരുക്കിയെടുക്കണം. അത് ഉരുക്കിയെടുത്തിട്ട് വരാവേ. ശർക്കര ഇവിടെ ഉരുക്കിയെടുത്തിട്ടുണ്ടേ. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം വേണം നമുക്ക് മുന്തിരിക്കൊത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പം ഞാൻ അത് ഇനി എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ശർക്കര പാനിയിൽ ഇതാ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്ന ഈ പാട പോലെ നിൽക്കൂലേ, ഇതിനങ്ങ് കോരി മാറ്റിയിട്ട് വേണം പയറിലേക്ക് ഒഴിക്കേണ്ടത്. ഇതിലുള്ള അഴുക്കാണ്, അപ്പോൾ അതങ്ങ് എടുത്ത് മാറ്റണം. ശർക്കര പാനിയിൽ ഇങ്ങനെ പാനിയാക്കി എടുക്കുമ്പോൾ അതിലിങ്ങനെ തെളിഞ്ഞ് വരും. ഇത് ഉപയോഗിക്കാൻ പാടില്ലേ. അപ്പോൾ ഇത് മാറ്റിയെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് മാറ്റിയിട്ട് വരാം. കൂട്ടുകാരെ, മുന്തിരിക്കൊത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അതെങ്ങനെയാണ് കുഴച്ച് ഉരുട്ടിയെടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിലേക്ക് നമ്മൾ പയർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ഏലക്കയും പിന്നെന്താ ചുക്കും കൂടെ ഇട്ട് നമ്മളത് പൊടിച്ച് വെച്ചില്ലേ തരിതരിയായിട്ട്, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് കുഴച്ച് യോജിപ്പിച്ചെടുക്കണം. പയറും തേങ്ങ വറുത്ത് പൊടിച്ചതും നന്നായിട്ട് കുഴച്ച് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി കുറച്ച് ഒഴിച്ചു കൊടുക്കവേ. ഇച്ചിരി ചൂടുണ്ട്, ചൂടോടുകൂടി വേണം ഇത് കുഴച്ച് ഉരുട്ടിയെടുക്കേണ്ടത്. ശർക്കരപ്പാനി ചേർക്കുമ്പോൾ കുറേശ്ശെ വേണം ചേർക്കേണ്ടത്. കൂട്ടുകാരെ, നമ്മൾ വറുത്ത് പൊടിച്ചെടുത്ത തേങ്ങയും ഏലക്കയും ചുക്കും കൂടെ ആയിട്ടുള്ളത് ഞാൻ ഈ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊടിച്ചു വെച്ച പയറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. തരിതരിയായിട്ട് പൊടിച്ചെടുത്തു എന്ന് പറഞ്ഞില്ലേ, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കരപ്പാനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ വേണം ഒഴിക്കേണ്ടത്. ചെറിയ ചൂടോടെ വേണം ഇത് കുഴച്ചുരുട്ടിയെടുക്കേണ്ടത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നോന്ന് എനിക്ക് അറിയില്ല. ചെറിയ സൗണ്ടിലാണ് കേൾക്കുന്നതെന്ന് എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട്. കുറച്ചുകൂടെ ശർക്കര ഒഴിച്ചു കൊടുക്കും. ഇത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ തന്നെ ഇതിലൊരു നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ അതുകൊണ്ട് ഇങ്ങനെ നോക്കിയതേ. നല്ലപോലെ ഇങ്ങനെ കുഴയ്ക്കണം. ഇത് ഇങ്ങനെ കുഴച്ചതിന് ശേഷം അതായത് ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള രീതിയിൽ വേണം ഇത് ഉരുട്ടിയെടുക്കേണ്ടത്. ചെറിയ നെല്ലിക്ക പരുവത്തിൽ, ചെറിയ നെല്ലിക്ക ഉണ്ടല്ലേ, അതിൻ്റെ ഒരു പരുവത്തിൽ ഇതുപോലെ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കണം. അപ്പം ഞാനിത് ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കട്ടെ.
ഹലോ കൂട്ടുകാരെ, കണ്ടല്ലോ നമ്മൾ ഈ പയർ പൊടിച്ചതും തേങ്ങ വറുത്ത് ഏലക്കായും ചുക്കും ഇട്ട് പൊടിച്ചെടുത്തതും ശർക്കര പാനിയും ചേർത്തിട്ട് നന്നായി കുഴച്ച് ഉരുട്ടിയെടുത്ത ഓരോ ഉരുളകളുമാണിത്. ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് ചുട്ടെടുക്കുന്നതിൻ്റെ മാവ് തയ്യാറാക്കിയിട്ട് വരാം. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മുന്തിരിക്കൊത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടുന്ന മാവ് റെഡിയാക്കി എടുക്കാം. ഇതിൽ പച്ചരി കുതിർത്ത് പൊടിച്ചെടുത്ത മാവാണിത്. ആ മാവിൽ വേണം മുന്തിരിക്കൊത്ത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. കുറച്ച് മാവെടുത്തു. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ലേശം ഉപ്പ്, ഞാൻ പറയാറില്ലേ ഉപ്പിൻ്റെ വെള്ളമാണ്, ഞാൻ ഇങ്ങനെ ഉപ്പിട്ടിട്ട് അതിൻ്റെ വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പം ലേശം ഇട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കുറേശ്ശെ മാവിൽ ഒഴിച്ചു കൊടുക്കണേ. കുറച്ചേ ഒഴിക്കാവുള്ളൂ, ഒരുപാട് വെള്ളമാകാൻ പാടില്ല. ഈ മാവിനും ഒരു പരുവമുണ്ട്, ആ ഒരു കണക്കിന് മാത്രമേ കുഴച്ചെടുക്കാൻ പാടുള്ളൂ. മഞ്ഞൾപ്പൊടി ലേശം കൂടെ ചേർക്കാമേ, ഒരു കളർ വേണം ഇതിന്. പച്ചരി കുതിർത്തെടുത്ത് പൊടിച്ച അരിപ്പൊടിയാണിത്. ഇതിലേക്കാണ് നമ്മൾ മഞ്ഞൾപ്പൊടിയും ലേശം ഉപ്പും ചേർത്ത് ഒഴിച്ച് മാവ് കുഴച്ചെടുക്കുന്നത്. ഈ ഒരു പരുവത്തിലായിരിക്കണം മാവ് കുഴക്കേണ്ടത്. അതായത് ഈ ഓരോ ഉരുളകളും ഈ മാവിൽ മുക്കി വേണം നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത്. ഈ ഒരു കണക്കായിരിക്കണം മാവ്. നിങ്ങൾ ആവശ്യത്തിന് മാവെടുത്ത് വേണം ഇതുപോലെ കുഴച്ചെടുക്കേണ്ടത്. ഒരുപാട് മാവെടുത്ത് അങ്ങനെ കുഴച്ച് വയ്ക്കേണ്ട കാര്യമില്ല. കൂട്ടുകാരെ, നമുക്ക് മുന്തിരിക്കൊത്ത് ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഈ മാവിൽ മുക്കി ഓരോ ഉരുളകളും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. എണ്ണയിൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഓരോ ഉരുളകളും ഇട്ട് കൊടുക്കണം. കുറച്ച് വെള്ളവും കൂടെ അടുത്ത് വെച്ചേക്കണം കേട്ടോ. കൈ ഇങ്ങനെ ഒന്ന് നനച്ചിട്ട് വേണം അടുത്തത് നമുക്ക് ഉണ്ടാക്കേണ്ടത്. ഓരോന്നായിട്ട് നമുക്കിനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. അതേ വേണം ഇത് മറിച്ചിടേണ്ടത്, ഇത് പൊട്ടിപ്പോകരുത്. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാവേ.
ഇങ്ങനെ ഓരോന്നായിട്ട് കോരിയെടുക്കണം. ഇതിൽ നമ്മൾ ഈ മാവ് മുക്കിയിടുമ്പോൾ അതിൽ ആ കോട്ടിംഗ് ഇല്ലേ, അതിങ്ങനെ ഇളകി പോകാൻ പാടില്ല. ഇളകി പോവുകയാണെങ്കിൽ അതിനകത്തുള്ള ശർക്കരയും പയറും എല്ലാം പുറത്തേക്ക് വന്ന് എണ്ണയിലൊക്കെ വീഴും. അപ്പോൾ അതങ്ങനെ വരാതെ ശ്രദ്ധിച്ച് വേണം മാവിൽ മുക്കി നമ്മൾ എണ്ണയിലോട്ട് ഇടേണ്ടത്. ഇതുപോലെ ഇനി ഓരോ ഉരുളകളും മാവിൽ മുക്കിയിടാം. മാവിൽ മുക്കി ഓരോ ഉരുളകൾ ഇട്ടിട്ട് ഇതെന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് മൂത്ത് വരുമ്പോഴെന്ന് എണ്ണയിലിട്ടിട്ട് ആ മാവിൻ്റെ ഒരു നിറവ്യത്യാസം വരുമ്പോൾ മാത്രമേ ഇത് മറിച്ചിടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഈ പലഹാരം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. മുന്തിരിക്കൊത്ത് എന്ന് പറയുന്ന ഈ പലഹാരം എല്ലാവരും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. ഇത് എല്ലാവരും, എൻ്റെ കൂട്ടുകാരെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് വീട്ടുകാർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടമാവും. കൊച്ചു കുട്ടികൾക്കായിരുന്നാലും എല്ലാവർക്കും ഇത് ഇഷ്ടമുള്ളൊരു പലഹാരമാണ്. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാവേ. ഓരോന്നായിട്ട് ഇതുപോലെ കോരിയെടുക്കണം. എണ്ണയിൽ നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഓരോന്നും ചെയ്യേണ്ടത്. അങ്ങനെ ഓരോ ഉരുളകളും മാവിൽ മുക്കി എണ്ണയിലിട്ട് ഇതുപോലൊന്ന് വറുത്തെടുക്കാം. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക്, മാവ് നമ്മൾ കുഴയ്ക്കുമ്പോഴേ ആവശ്യത്തിനനുസരിച്ച് കുഴച്ചെടുക്കാവുള്ളൂ, അല്ലെങ്കിൽ വേസ്റ്റ് ആയി പോകും മാവ്.
ഉണ്ടാക്കുന്നതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. എന്തെന്ന് വെച്ചാലേ, നമുക്ക് ഇപ്പം പയർ നന്നായിട്ട് കഴുകി ഉണക്കി വറുത്ത് നിങ്ങൾ പൊടിച്ച് പ്ലാസ്റ്റിക് ടിന്നുകളുണ്ടല്ലോ അതിലൊക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ മുന്തിരിക്കൊത്ത് ഉണ്ടാക്കണമെന്ന് തോന്നിയാൽ പയർ പെട്ടെന്ന് എടുക്കുക, തേങ്ങ ഇതുപോലെ വറുത്ത് സൂക്ഷിച്ചു വെച്ചാൽ കുറച്ച് ദിവസം ഇരിക്കും. അപ്പോൾ നമുക്ക് അതും എടുത്ത് ഇതുപോലെ പൊടിച്ച് ശർക്കര പാനി ഉണ്ടാക്കി മാവ് കുഴച്ച് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളിപ്പം ഒറ്റ ദിവസം കൊണ്ട് തന്നെ എങ്ങനെയാണെങ്കിൽ കുറേ സമയം എടുക്കും. പയർ വറുക്കണം, തേങ്ങ തിരുമ്മി വറുത്തെടുക്കണം, അങ്ങനെയൊക്കെ. ഇതെല്ലാം നിങ്ങളത് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എളുപ്പത്തിന് ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനങ്ങനെ ചെയ്യാറുണ്ട്. നമുക്കിനി അടുത്ത ഇതും കോരിയെടുക്കാം. സൗണ്ട് കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഓരോന്നായിട്ട് എടുത്ത് ഇടുന്നത്. ഹലോ കൂട്ടുകാരെ, ഞാൻ ഉണ്ടാക്കിയ മുന്തിരിക്കൊത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഞാനിത് നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. ഇത് നിങ്ങളെല്ലാവരും എടുത്ത് കഴിച്ചോളൂ. ഹലോ കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും ഞാൻ ഉണ്ടാക്കിയ മുന്തിരിക്കൊത്ത് കണ്ടുവല്ലോ. ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടമാകുകയാണെങ്കിൽ ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെന്താ, ഇത് ഷെയർ ചെയ്ത് കൊടുക്കുന്ന മാത്രം പോരാ, അല്ലെ കമൻറ്റുകൾ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ പ്രാർത്ഥിക്കുകയും വേണം. നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥനയും എനിക്കും എൻ്റെ കുടുംബത്തിനും എന്നും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ടാറ്റാ.